പരിശുദ്ധ സഭ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്ന ആദ്യ ദിനമാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായ യേശുക്രിസ്തു ആത്മാവിനാൽ മരുഭൂമി അനുഭവത്തിലേക്ക് നയിക്കപ്പെടുന്ന 40 ദിനരാത്രങ്ങൾ. നോമ്പിൻ്റെ ഈ ഒരു കാലഘട്ടം ഒരു ആത്മവിശുദ്ധീകരണത്തിനുള്ള സമയമായി പരിശുദ്ധ സഭ നമ്മുടെ മുമ്പിൽ ഈ ദിവസങ്ങളെ ക്രമീകരിച്ച് നൽകുമ്പോൾ യേശുക്രിസ്തു സാത്താനിക മണ്ഡലങ്ങളെ, ആ പരീക്ഷണ കാലഘട്ടത്തെ അതിജീവിച്ചതുപോലെ നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന ഏതെങ്കിലും അശുദ്ധകരമായ സാഹചര്യങ്ങളെ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെ പോലെ ദൈവവചനത്തിൻ്റെ ആഴമേറിയ സത്യങ്ങളെ ഉള്ളിൽ ഏറ്റെടുത്തുകൊണ്ട് ഹൃദയത്തിൽ അത് സംഗ്രഹിച്ചുകൊണ്ട് ഇന്ന് മുതൽ ആരംഭിക്കുന്ന 50 ദിവസത്തെ ഈ നോമ്പ് കേവലം ഭക്ഷണം ഒഴിവാക്കുവാനുള്ള ഒരു കാലഘട്ടമായി കാണാതെ ഒരു ആത്മ വിശുദ്ധീകരണത്തിലുള്ള സമയമായി കണ്ടുകൊണ്ട് ഇതൊരു ദൈവത്തിൻ്റെ ആത്മാവോട് ചേർന്നുള്ള യാത്രയാക്കി മാറ്റണമെന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. നമുക്കറിയാം, ഈ നോമ്പ് കാലം യേശുക്രിസ്തുവിൻ്റെ മരുഭൂമി അനുഭവത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ കടന്നു പോവുക. യേശുക്രിസ്തുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ഈ നോമ്പിൽ നമ്മളെയും വഴി കാട്ടേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആയിരിക്കണം. ഇവിടെ ദൈവത്തിൻ്റെ ജനമേ, 3 തലത്തിലുള്ള പരീക്ഷണത്തിലൂടെയാണ് യേശുക്രിസ്തു കടന്നു പോയത്. ഒന്ന്, തൻ്റെ മുമ്പിൽ യേശുക്രിസ്തുവിന് വിശന്നപ്പോൾ കല്ല് അപ്പമാക്കുവാനായി സാത്താൻ പറയുകയാണ്. നിന്റെ മുമ്പിലുള്ള ഈ കല്ല് അപ്പമാകുവാൻ കൽപ്പിക്കണം. എന്നാൽ യേശുക്രിസ്തു 3 തരത്തിലുള്ള പ്രലോഭനം. ഒന്ന്, എന്താ പറയുക, നീ എന്നെ ഒന്ന് ആരാധിച്ചാൽ ഇത് മുഴുവൻ ഞാൻ നിനക്ക് നൽകാമെന്ന് പറയുന്ന ഒരു സാഹചര്യം. പിന്നീട് ദേവാലയത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടുവാൻ പറയുന്ന ഒരു സാഹചര്യം. ഈ 3 മേഖലകളെയും യേശുക്രിസ്തു വചനം പ്രതിവചനമായി പറഞ്ഞുകൊണ്ട് അതിനെ അതിജീവിക്കുകയാണ്. ഇവിടെ ദൈവത്തിന്റെ ജനമേ, വചനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാനുള്ള ഒരു അനുഗ്രഹത്തിന്റെ സമയമായി നമ്മൾ ഇതിനെ കാണണം. എന്ന് വെച്ചാൽ നമ്മൾ കടന്നു പോകുന്ന ഈ ഒരു 40 ദിവസത്തെ നോമ്പ് കാലഘട്ടം ആത്മീകമായി നമ്മുടെ ജീവിതത്തിൽ ഒരു വിജയമാകണം. ഹല്ലേലൂയ! ഒരു ആത്മ വിശുദ്ധീകരണത്തിന്റെ വിജയമാക്കി മാറ്റുവാൻ ദൈവാത്മാവ് നമ്മളെ സഹായിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടത്. ഇന്ന് നമ്മൾ 1 കൊരിന്ത്യൻസ് 15-ാം അധ്യായം അതിന്റെ 45-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ സെന്റ് പോള് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. ആദ്യ മനുഷ്യനായ ആദം ജീവനുള്ളവനായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് ഇങ്ങനെ തുടരുകയാണ്, അവസാനത്തെ ആദം ജീവദാതാവായി അല്ലെങ്കിൽ ജീവദാതാവായ ആത്മാവായി തീർന്നു എന്നാണ് എഴുതപ്പെട്ടിരിക്കുക. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ആദം ആദ്യത്തെ മനുഷ്യൻ എല്ലാ നന്മകളുമായി ഏദൻ തോട്ടത്തിൽ ദൈവം ആക്കി വെച്ച ആദം ആ ഏദൻ തോട്ടത്തിൽ വെച്ച് പാപത്തിൽ വീഴുകയാണ്. എന്നാൽ ഇവിടെ സെന്റ് പോൾ പറയുക, രണ്ടാമത്തെ ആദമായ യേശുക്രിസ്തു മരുഭൂമിയിൽ വിജയിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ ദൈവത്തിന്റെ ജനമേ, ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം നമ്മളൊന്ന് എടുക്കുകയാണെങ്കിൽ
ആദത്തെ നമുക്കവിടെ കാണുവാൻ പറ്റും. പിന്നീട് നമുക്കവിടെ ഏദൻ തോട്ടം കാണുവാൻ പറ്റും. അവിടെ എല്ലാവിധ സമൃദ്ധിയും ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് സാത്താൻ എന്താ പറയുന്നത്, കൗശലപൂർവം ഹവ്വയെ ചതിക്കുകയും അവിടെ വെച്ച് ആദിമ മാതാപിതാക്കന്മാരായ ആദത്തിനും ഹവ്വയ്ക്കും എന്ത് സംഭവിച്ചു? ഒരു വീഴ്ച സംഭവിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും. എന്നാൽ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം നമ്മൾ എടുത്താൽ അവിടെ അവസാനത്തെ ആദമായ യേശുക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ പറ്റും. ഹല്ലേലൂയ. മരുഭൂമി കാണുവാൻ പറ്റും. അവിടെ സമൃദ്ധിക്ക് പകരമായി പട്ടിണി നമുക്ക് കാണുവാൻ പറ്റും. എന്നാൽ അതിൻ്റെ അനന്തര ഫലമായി ഒരു വിജയമാണ് നമ്മൾ അവിടെ കാണുക. സാത്താന്റെ കൗശലത്തിൽ യേശുക്രിസ്തു കടന്നു പോയില്ല, വീണു പോയില്ല. അവിടെ ദൈവത്തിന്റെ വചനം പ്രതിവചനമായി പറഞ്ഞ് യേശുക്രിസ്തു 40 ദിവസത്തെ മരുഭൂമി അനുഭവത്തിലൂടെ കടന്നു പോയപ്പോൾ സാത്താൻ കടന്നു വന്ന് എന്താ പറയുക, പ്രലോഭനങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതിനെ അതിജീവിക്കുവാനുള്ള കരുത്ത് ദൈവത്തിന്റെ വചനത്തിലൂടെയാണ് യേശുക്രിസ്തുവിന് നേടുവാൻ കഴിഞ്ഞത്. അതുകൊണ്ട് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ 40 ദിവസത്തെ നോമ്പും പിന്നീടുള്ള കഷ്ടാനുഭവ ആഴ്ചയിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ യേശുക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളും കാൽവരി യാഗവും പിന്നീടുള്ള ഉയിർപ്പും ഒക്കെ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ആ വിജയത്തിന്റെ ഉത്ഥാനത്തിലൂടെ സാത്താന്റെ തലയെ തകർത്ത് ഉയർത്തെഴുന്നേറ്റ് വന്ന യേശുക്രിസ്തുവിനെ പോലെ ഈ നോമ്പിന്റെ അവസാനം നമ്മളും വിജയത്തിന്റെ ഒരു അഭിഷേകത്തിലേക്ക് കടന്നു വരണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഉൽപ്പത്തി 3 ആദത്തെ നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിനെ നമ്മൾ കാണുകയാണ്. അവിടെ ഏദൻ തോട്ടമാണെങ്കിൽ ഇവിടെ മരുഭൂമിയാണ്. അവിടെ സമൃദ്ധിയാണെങ്കിൽ ഇവിടെ പട്ടിണിയാണ്. അവിടെ തോൽവിയാണെങ്കിൽ ഇവിടെ വിജയമാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, യേശുക്രിസ്തുവിലൂടെ ഒരു പുതിയ തുടക്കം ഈ പരിശുദ്ധ നോമ്പിലൂടെ അത് ഏറ്റെടുക്കുവാനുള്ള ഒരു പുതിയ അവസരം പരിശുദ്ധ സഭ നമുക്ക് തരുമ്പോൾ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, 5 കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ വെക്കുകയാണ്. ഈ നോമ്പിന്റെ തുടക്കത്തിൽ ഈ 5 കാര്യങ്ങൾ നമുക്ക് ഏറ്റെടുക്കുവാൻ സാധിക്കുകയാണെങ്കിൽ ഈ നോമ്പ് ഒരു വലിയ വിജയമായി നിഗ്രഹമായി നമുക്ക് ഏറ്റെടുക്കുവാൻ സാധിക്കും. അതിലൊന്ന്, നമുക്കറിയാം, ശരീരത്തെ നമുക്കൊന്ന് നിയന്ത്രിക്കുവാൻ പറ്റിയാൽ അത് വലിയ അനുഗ്രഹമാകും. ഒന്ന്, നമ്മുടെ ശരീരത്തെ നമ്മൾ നിയന്ത്രിക്കണം. കല്ല് അപ്പമാക്കുവാൻ യേശുക്രിസ്തുവിനോട് സാത്താൻ പറയുമ്പം ഓർത്തുകൊള്ളുക, 40 ദിവസത്തെ ഉപവാസം അല്ലെങ്കിൽ ആ മരുഭൂമി അനുഭവത്തിലൂടെ കടന്നുപോയ യേശുക്രിസ്തുവിന് വിശന്നു. ശരീരത്തിന് എന്താ പറയുന്നത്, ആഹാരം അനിവാര്യമാണ്. ആ സാഹചര്യത്തിലാണ് യേശുക്രിസ്തു മറുപടിയായി പറയുന്നത്. നിയമാവർത്തനം 8-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം കോട്ട് ചെയ്തുകൊണ്ട് യേശു പറയുകയാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ അധരത്തിൽ നിന്നും പുറപ്പെടുന്ന വാക്കുകൾ കൊണ്ടുമാണ് ജീവിക്കുക എന്ന് വെച്ചാൽ വചനം കൊണ്ടാണ് ജീവിക്കുക എന്ന് പറയുന്നു. അപ്പോ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പല വിധത്തിലുള്ള കേവിങ്ങുകൾ കടന്നു വരാം. പല വിധത്തിൽ ആ മകനെ ആസക്തികൾ എന്താ പറയുക പിന്തുടരാം. അത് മദ്യപാനത്തിന്റെ ആകാം, അല്ലെങ്കിൽ അത് മറ്റേതെങ്കിലും തരത്തിലുള്ള ലൈംഗിക ഒരു പാപത്തിലേക്ക് നയിക്കുന്ന ഒരു ഇച്ഛയാകാം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ശരീരം എന്താണോ നമ്മളോട് ആഗ്രഹിക്കുന്നത്, തെറ്റായ ഒരു സാധ്യതയിലേക്ക് കടന്നു പോവുകയാണെങ്കിൽ ഇന്ന് ശരീരത്തിന്റെ ഇച്ഛയെ നിയന്ത്രിക്കുവാനുള്ള ആദ്യത്തെ തീരുമാനം നമ്മൾ ഇന്ന് എടുത്തേ മതിയാകൂ. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 24-ാം വാക്യത്തില് സെന്റ് പൗൽ പറയുകയാണ്, യേശു ക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിന്റെ വികാരങ്ങളും മോഹങ്ങളും കൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്നാണ് പറയുക. അതുകൊണ്ട് ഇന്ന് ശരീരം ഏതെങ്കിലും തരത്തിലുള്ള ഒരു പാപത്തോട് ഒരു ഇഷ്ടം കാണിക്കുന്നുണ്ടെങ്കിൽ, അതിനുള്ള ഒരു ക്രേവിങ് നമ്മുടെ ബോഡിയിൽ ഉണ്ട് എങ്കിൽ, ഇന്ന് നിങ്ങളുടെ ശരീരത്തിൽ കടന്നു വരുന്ന ആ ജഡത്തിന്റെ വിചാരങ്ങളെ ആ മോഹങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് ക്രൂശിക്കണമെന്നാണ് ഗലാത്യ ലേഖനത്തിൽ സെന്റ് പൗൽ പറയുക.
അതുകൊണ്ട് പോയിന്റ് നമ്പർ 1, ശരീരത്തിന്റെ ഇച്ഛയെ, ആഗ്രഹത്തെ, വികാരങ്ങളെ നിയന്ത്രിക്കുവാനുള്ള ഒരു കരുത്ത് നമുക്ക് എടുക്കണം. രണ്ടാമതായി, ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ഉറച്ച് നിൽക്കണം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തില്, അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിലും ഒക്കെ യേശുക്രിസ്തു പറയുന്ന ഒരു കാര്യം, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത്, ദൈവത്തിന്റെ നാവിൽ നിന്നും പുറപ്പെടുന്ന വാക്കല്ലെങ്കിൽ വചനം കൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് വ്യക്തമായി പറയുമ്പോൾ, ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ അടിയുറച്ച് നിന്നെങ്കിൽ മാത്രമേ ഈ ഒരു പ്രതികൂലത്തെ നമുക്ക് അതിജീവിക്കുവാൻ പറ്റുകയുള്ളൂ. അത് എന്താ പറയുക, നീ എന്നെ ഒന്ന് കുമ്പിട്ട് ആരാധിച്ചാൽ ലോകം മുഴുവനുള്ള രാജ്യങ്ങൾ നിമിഷ നേരം കൊണ്ട് യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുത്തിട്ട് ഇത് മുഴുവൻ നിനക്ക് ഞാൻ തരാം, നീ എന്നെ ഒന്ന് കുമ്പിട്ട് ആരാധിച്ചാൽ മതി എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിച്ചത്? നിന്റെ ദൈവമായ കർത്താവിനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കരുത് എന്ന് നിയമാവർത്തന പുസ്തകത്തിൽ നിന്നും കോട്ട് ചെയ്തുകൊണ്ട് വീണ്ടും യേശുക്രിസ്തു പറയുകയാണ്. അതുപോലെ തന്നെ ദേവാലയത്തിന്റെ മുകളിൽ കൊണ്ടുചെന്ന് നിർത്തിയിട്ട് താഴേക്ക് ചാടുവാൻ പറയുന്നു. ദൈവത്തിന്റെ ദൂതൻ നിന്നെ കാത്തുകൊള്ളും, നിന്റെ കാലിൽ കല്ല് തട്ടാത്തവണ്ണം നിന്നെ പരിപാലിക്കുമെന്നൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് വീണ്ടും നിയമാവർത്തന പുസ്തകം കോട്ട് ചെയ്തുകൊണ്ട് യേശുക്രിസ്തു സാത്താനോട് പറയുമ്പോൾ വചനമാണ് ഉള്ളിലുണ്ടായിരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, യേശുക്രിസ്തു കടന്നുപോയ ഈ 3 പ്രലോഭനങ്ങളിലൂടെ മാത്രമേ നമ്മൾ കടന്നു പോവുകയുള്ളൂ. ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്കിതിനെ അതിജീവിക്കുവാൻ പറ്റും. അതുകൊണ്ട് വചനത്തിൽ നിങ്ങൾ ഉറച്ച് നിൽക്കണം. കാരണം ഇന്ന് ശരീരമാണ്, ഇന്ന് ദേവാലയം എന്ന് പറയുക നമ്മുടെ ഓരോരുത്തരുടെയും ശരീരമാണ്. ഈ ശരീരത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പാപങ്ങൾ, പ്രത്യേകിച്ച് ലൈംഗിക പാപങ്ങൾ, ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റും. അതുകൊണ്ട് വചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്താ പറയുക, സാത്താനിക മണ്ഡലങ്ങൾ നമുക്ക് മുമ്പിൽ വെക്കുന്ന എല്ലാ പ്രതികൂലങ്ങളെയും അതിജീവിക്കുവാനുള്ള കരുത്തെടുക്കണം. മൂന്നാമതായി, ആരാധന പുനഃസ്ഥാപിക്കണം. വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാൻ പറ്റാത്ത വിധത്തിൽ, അല്ലെങ്കിൽ പള്ളിയിൽ കടന്നു വരാനോ ആരാധനയിൽ പങ്കുകൊള്ളുവാനോ യേശുക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങൾ ഏറ്റെടുക്കുവാനോ അല്ലെങ്കിൽ ഒരു നല്ല കുമ്പസാരം നടത്തുവാനോ നമുക്ക് സാധിക്കാതെ നമ്മൾ കടന്നു പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ ഓർത്തുകൊള്ളുക, വിശുദ്ധ കുർബാനയിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം. യേശുക്രിസ്തുവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരായി നമ്മൾ മാറ്റപ്പെടണമെന്നുള്ളത് ഈ നോമ്പുകാലത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ആരാധന പുനഃസ്ഥാപിക്കണം. അതാണ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23-24 വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ബൈബിൾ ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്. സമറിയാക്കാരി സ്ത്രീയോട് യേശുക്രിസ്തു പറയുകയാണ്, യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. എന്നിട്ട് പറയുന്നു, അല്ല, അത് ഇപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെയാണ് പിതാവ് അന്വേഷിക്കുന്നത്. കാരണം ദൈവം ആത്മാവാണ്. ഇവിടെ ദൈവത്തിന്റെ ജനമേ, അതുകൊണ്ട് ദൈവം ആത്മാവായതുകൊണ്ട് ആ ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ആഗ്രഹം ആരാധന പുനഃസ്ഥാപിച്ച് ജീവനുള്ള ബലിയെ, യേശുക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത് വിശുദ്ധിയോടുകൂടി ജീവിക്കണമെന്നുള്ള തീരുമാനമാണ്. നാലാമതായി, നമ്മുടെ ജീവിതത്തില് ഒരു എന്താ പറയുക, ഇന്നത്തെ ഈ കാലഘട്ടം ഒരു വല്ലാത്ത കാലഘട്ടമായി കടന്നു പോകുമ്പോൾ ലാളിത്യമില്ലാത്ത, വിനയമില്ലാത്ത, താഴ്മയില്ലാത്ത ഒരു പുതിയ തലമുറ കടന്നു വരുന്ന ഈ കാലഘട്ടത്തിന്റെ നടുവില് നമുക്ക് ഓരോരുത്തർക്കും വിനയത്തിന്റെ, എളിമയുടെ, താഴ്മയുടെ ഒരു എന്താ പറയുക പ്രതിഫലനമായി നമ്മുടെ ജീവിതത്തെ ഒന്ന് മാറ്റണം. അതുകൊണ്ട് നാലാമതായി വിനയം അല്ലെങ്കിൽ എളിമ പഠിക്കണമെന്നുള്ള ഒരു തീരുമാനം ഈ നോമ്പുകാലത്ത് നമ്മൾ ഏറ്റെടുക്കണം. അത് വിശുദ്ധ യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കർത്താവിന്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. ഹല്ലേലൂയ. തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ കരുത്തുള്ള ഒരു ദൈവം നിങ്ങളെ ഉയർത്തുമെന്ന് വിശ്വസിക്കുക. അതുകൊണ്ട് എളിമ, താഴ്മ,
വിനയം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പഠിക്കണം ഈ നോമ്പിന്റെ കാലഘട്ടത്തിന്റെ നടുവിൽ. അഞ്ചാമതായി സാത്താനെ തോൽപ്പിക്കണം, സാത്താനെ ജയിക്കണം. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം 4:7 എന്താണ് പറയുന്നത്? ദൈവത്തിന് വിധേയരാകുവിൻ, പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ, അപ്പോൾ പിശാച് നിങ്ങളിൽ നിന്നും ഓടി അകന്നുകൊള്ളുമെന്നാണ് വചനം വ്യക്തമാക്കുക. ഇവിടെ ദൈവത്തിന് ജനമേ, സാത്താനെ ജയിക്കണമെങ്കിൽ ദൈവത്തിന് വിധേയരായിട്ടിരിക്കണം, ദൈവത്തിന്റെ വചനത്തിന് വിധേയമായിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കണം. അതുകൊണ്ട് ഈ 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കാൻ എന്താ പറയാ, നമുക്കൊരു തീരുമാനം ഉണ്ടാകണം. ഒന്ന്, നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛയെ നമ്മൾ നിയന്ത്രിക്കണം, ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം, ആരാധന നമ്മൾ പുനഃസ്ഥാപിക്കണം, വിനയത്തിന്റെ എളിമയുടെ ഒരു ജീവിത ശൈലി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, സാത്താനെ ജയിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഈ നോമ്പില് പ്രാർത്ഥനയിലും ഉപവാസത്തിലും വചനത്തിന്റെ ഒരു ആഴമേറിയ ആ ഒരു വചനത്തിൽ ആഴപ്പെട്ടുമുള്ള ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഒഴിവാക്കേണ്ട എല്ലാ തിന്മയുടെ സാഹചര്യങ്ങളെയും ഒഴിവാക്കി കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് എളിമപ്പെട്ട് അതെല്ലാം ഒന്ന് ഏറ്റുപറഞ്ഞ് ഒരു നല്ല കുമ്പസാരം ഏറ്റെടുത്തുകൊണ്ട് പാപത്തിന്റെ മേഖലകള്, നമ്മളെ അശുദ്ധരാക്കിയ, നമ്മളെ തിന്മയിലേക്ക് നടത്തിക്കൊണ്ടുപോയ സകല മേഖലകളെയും വെറുത്ത് ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിന്റെ തിരുസന്നിധിയിൽ എളിമപ്പെടാനുള്ള തീരുമാനം ഉണ്ടാകണം. ഹല്ലേലൂയ. അതുപോലെ ക്ഷമിക്കുവാൻ, അതായത് മനസ്സിൽ ക്ഷമിക്കണമെന്നുള്ള തീരുമാനമൊക്കെ ഉണ്ട്, പക്ഷെ അതങ്ങ് പ്രാവർത്തികമാക്കുവാൻ സാധിക്കുന്നില്ല. അത് പ്രവൃത്തിയിൽ കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായമാണ് നമുക്ക് ആവശ്യമായത്. അതുകൊണ്ട് ആത്മാവിന് കീഴ്പ്പെട്ട് മുന്നോട്ട് പോകുവാൻ ദൈവാത്മാവ് നമ്മളെ വിളിക്കുകയാണ്. അതുപോലെ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 17-ഉം 18-ഉം വാക്യങ്ങള് നമ്മളോട് പറയുന്നത്, നീ ഉപവസിക്കുന്നത് എന്താ പറയുന്നത്? അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കുന്നതിന് ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഹല്ലേലൂയ. ഓർത്തുകൊള്ളുക, രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരണമെങ്കിൽ നീ രഹസ്യത്തിൽ ചെയ്യുന്ന ചില രഹസ്യ പാപങ്ങൾ പോലും ദൈവത്തിന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്നില്ല. കാരണം രഹസ്യങ്ങൾ അറിയുന്ന ദൈവം നമ്മുടെ ജീവിതത്തിലെ സകലതും അറിയുന്നുണ്ട്, ഒന്നും മറഞ്ഞിരിക്കുന്നില്ല, സകലതും അനാവൃതമാണ് എന്ന് എബ്രായ ലേഖനം 4:13 നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ, അതുകൊണ്ട് ഈ 50 ദിവസത്തെ നോമ്പിന്റെ കാലഘട്ടം എന്താണ്? പതിവ് പോലത്തെ ഒരു നോമ്പിന്റെ അനുഭവം ആകാതെ ഇരിക്കുവാൻ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഭക്ഷണത്തെ ക്രമീകരിക്കുന്നത്, അത് ഭക്ഷണം കഴിക്കുന്നതോ കഴിക്കാതിരിക്കുന്നതോ ആയ ഒരു സാഹചര്യമല്ല, മറിച്ച് ശക്തിയുള്ള ഒരു ആത്മീയ യാത്രയിലേക്ക് ഈ നോമ്പുകാലം എന്നെ നയിക്കണം, അല്ലെങ്കിൽ ഈ നോമ്പുകാലം എന്നെ അങ്ങനെ മാറ്റണം എന്ന ആഗ്രഹത്തോടു കൂടി വേണം മുന്നോട്ട് പോകുവാൻ. കാരണം മരുഭൂമിയിൽ യേശുക്രിസ്തു വിജയിച്ചു. ആ വിജയിച്ച യേശുക്രിസ്തുവിന്റെ ഒപ്പം നമുക്കും വിജയം തരുവാൻ വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിശ്ചയമായും നമ്മളെ സഹായിക്കുമെന്നുള്ള ഉറപ്പുണ്ട്. ഇവിടെ ദൈവത്തിന് ജനമേ, റോമാലേഖനം 8-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നില്ലേ, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. ഹല്ലേലൂയ. നമ്മളെ സ്നേഹിച്ച യേശുക്രിസ്തു തന്റെ ആത്മാവിനാൽ ഈ നോമ്പു കാലം മുഴുവൻ നമ്മളെ സഹായിക്കുവാൻ നമ്മുടെ ഒപ്പം നിൽക്കും എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുവാൻ പറ്റും, പരിശുദ്ധാത്മാവിൽ വ്യാപരിക്കുവാൻ നമുക്ക് പറ്റും, വചനത്തിൽ ഉറച്ചു നിൽക്കുവാൻ നമുക്ക് പറ്റും, കൃപയിൽ ജീവിക്കുവാൻ നമുക്ക് പറ്റും, പരിശുദ്ധാത്മാവില് പരസ്പരം സ്നേഹിക്കുവാൻ നമുക്ക് പറ്റും. അങ്ങനെ ഒരു ആത്മീക ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വന്നാൽ ഈ നോമ്പുകാലം സാത്താന്റെ തലയെ തകർത്ത യേശുക്രിസ്തുവിന്റെ കൃപയിൽ ആശ്രയിച്ച് സാത്താനെ തോൽപ്പിക്കുവാൻ ആത്മാവിന്റെ ശക്തിയോടുകൂടി യേശുക്രിസ്തുവിനെ പോലെ തന്നെ നമുക്കും മുന്നോട്ടു പോകുവാൻ ദൈവാത്മാവ് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ആദ്യത്തെ ആദത്തിന് സമൃദ്ധിയിൽ പോലും തോൽവി ഏറ്റെടുക്കേണ്ടി വന്നു.
എന്നാൽ രണ്ടാമത്തെ ആദമായ യേശു ക്രിസ്തുവിന് പട്ടിണിയിലും വിജയം വരിക്കുവാൻ സാധിച്ചുവെങ്കിൽ, യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന മാതൃക നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ തലമുറയെ, നമ്മുടെ സഭയിൽ ഒരു സാക്ഷിയായി മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുകയാണ്. അതുകൊണ്ട് ഈ നോമ്പിന്റെ ആദ്യ ദിനം തന്നെ ഈ ഒരു വലിയ എന്താ പറയുക, പരിശുദ്ധാത്മാവിന്റെ ഈ ഒരു സന്ദേശത്തെ നെഞ്ചിലേറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നോമ്പുകാലം വിശുദ്ധിയോടെ പരിശുദ്ധ സഭയോട് ചേർന്ന്, വിശുദ്ധ കുർബാനയോട് ചേർന്ന് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ.